അപ്സിസ് വെൽറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബട്ടർ നാൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഗൈസ്. അത് ആദ്യമേ പറഞ്ഞുതരാം. ഇതിൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം പരീക്ഷണമാണ്. ഇന്നേ വരെ ഞാൻ ബട്ടർ നാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മണ്ണും തിന്നൊന്നും ഭയങ്കര എന്താ പറയുക ഒരാഗ്രഹം ബട്ടർ നാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു വ്ളോഗിൽ കണ്ടിട്ടാണ്. അപ്പോൾ തൊട്ട് എന്നോട് പറയുന്നത് ബട്ടർ നാൻ ഉണ്ടാക്കി തന്നു. പക്ഷെ ഞാൻ എല്ലാം സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എനിക്ക് അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. എൻ്റെ ഹെൽത്ത് ഒക്കെ ആയി വരാത്തതുകൊണ്ട് പിന്നെ ഒരു മൂഡും ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിലേ ആക്കി പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ട് ഈവനിങ് എന്തായാലും ഞങ്ങൾ വന്നാൽ ബട്ടർ നാനും ചിക്കൻ ഞങ്ങൾക്ക് എന്തായാലും വേണം. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ഞാൻ എന്തുണ്ടാക്കിയാലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പം വലിയ ഗ്രാൻഡ് ആക്കാനോ സംഭവമാക്കി എടുക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ ഒരു കുഞ്ഞ് സ്റ്റൈലുള്ള ഒരു ബട്ടർ നാൻ സെറ്റാക്കി എടുക്കാം. അപ്പം ഞാൻ ഇവിടെ സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കിത് കണ്ടിട്ട് കുക്കറി ഷോ ആണ് ഓർമ്മ വരുന്നത്. അതേപോലെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടേ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ വെൽക്കം ടു അപ്സിസ് കുക്കറി ഷോ. അപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ തോന്നും. ഇത് ഞാൻ എന്താ ചെയ്തെച്ചാൽ ഈസ്റ്റ് നമ്മൾ ഇതുണ്ടല്ലോ മിൽക്കിൽ ലൈറ്റ് വാം മിൽക്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫെർമെൻ്റ് ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. വല്ലാണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഫെർമെൻ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മൈദയാണ് കേട്ടോ. ഞാൻ കുറച്ച് കുഞ്ഞ് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻറ്റ് കാണാൻ വേണം, അതിലേക്ക് ഇട വേണമല്ലോ. ക്യാമറയുടെ ആംഗിൾ മാറ്റാം ഗൈസ്. ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ? മൈദ. ഇത് ഗാർലിക് ബട്ടർ നാൻ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയി വരുന്നത് എന്താവോ എന്ന് എനിക്കറിയില്ല. ഞാൻ വ്ളോഗിൽ കണ്ടിട്ട് പൊങ്ങി വരുന്നൊക്കെ അങ്ങനെയൊക്കെ പൊങ്ങി വരുമെന്ന് എനിക്കറിയില്ല ഗൈസ്. മിന്നിച്ചേക്കണേ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു വലിയ പാത്രം എടുത്ത് വെക്കണം. കാരണം അത് പൊങ്ങി വരുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിൽ നമ്മൾ എടുക്കുന്ന മൈദയിനേക്കാളും കുറച്ചും കൂടെ പൊങ്ങി വരാൻ സൗകര്യമുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗാർലിക്ക് നന്നായിട്ട് അരച്ചെടുത്ത്, അതായത് ചെറുതായിട്ട് ഒരു ക്രഷ് ചെയ്ത പോലെ ഉള്ള ഒരു ഗാർലിക്ക് പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് വിടാം. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് തൈര്. ഈ തൈര് ജസ്റ്റ് ഒരു ചെറിയൊരു പുളി വേണ്ടിയിട്ടും പിന്നെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫെർമെൻ്റ് ആവാൻ വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, ഇയാളാണ് ഇത് സെറ്റാക്കുന്ന സംഭവം. സെറ്റാകുമോ എന്തോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ രാവിലെയാണ്, മോർണിംഗ് ടൈമാണ്. അപ്പോൾ ഞാനത് ഇപ്പം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയൊക്കെ ആണല്ലോ, തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്ത് വെച്ചാൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ ഇരിക്കണം. എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു ടെമ്പറേച്ചറിൽ എന്താ പറയുക ഇതൊന്നും കുറച്ചെങ്കിലും പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് ഇനി കുഴച്ചെടുക്കണം. ഞാൻ എൻ്റെ കൈ വെച്ചെല്ലാം കുഴിക്കുന്നത്. ഇനി എന്നാലും ഇത് സോഫ്റ്റായി വരുള്ളൂ ഗൈസ്. നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. പിന്നെ ഇത് കുറച്ച് ചൂടുണ്ട്. ഇത് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഈസ്റ്റിൽ പഞ്ചസാര ചേർത്തിട്ട് അത് മറന്നു പോയത്. ഇനി ഇത് കുഴച്ചെടുക്കണം. അത് സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഇതാക്കാം. ഇതിലേക്ക് ഇനി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് തൈരും പാലും ഒക്കെ അത്യാവശ്യം വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള തന്നെ ആണല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഇത് ജസ്റ്റ് ആദ്യം ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുത്താൽ മതി. വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓയിൽ എടുത്തിട്ട് വരാം. അപ്പം ഇനി കൊഞ്ചം ഓയിൽ, ആവശ്യത്തിലേറെയുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റ് ആക്കി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഓയിൽ തന്നെയുള്ളൂ. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തുടർന്ന് തന്നെ ഷൂ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത്ര സോഫ്റ്റായി മതി. ഇതിനെ എങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണാവോ? ഉരുളം അങ്ങോട്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് വെക്കാൻ ചുറ്റിൽ ഓയിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തുള്ള ഓയിൽ
ഇതിലേക്ക് തന്നെ ആക്കിയിട്ട് ഫുള്ളായിട്ട് ഉള്ളിലും ഓയിലുണ്ട്. അപ്പം ഓയിൽ തേച്ചിട്ട് ഇതിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു നനഞ്ഞ ടവൽ കവർ ചെയ്തിട്ട് അടച്ചു വെക്കണം. മൂടി വെക്കണം. ഇതിനെ അവിടെ കിടക്കട്ടെ. ഇനി ആശാമാർ വന്നിട്ട് ഈവനിങ്ങിൽ നമുക്കിത് പരത്തിയെടുക്കാം. പിന്നെ ചിക്കൻ വെച്ചൊരു കറി ഞാൻ പരീക്ഷിക്കുന്നുണ്ട് ഗൈസ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പേര് പറയാം. അന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതാ. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാം. ഞാനില്ലേ ജസ്റ്റ് എടുത്ത വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴാണ് ഞാൻ വലിയ സത്യം മനസ്സിലാക്കുന്നത്. ഉപ്പിട്ടില്ല ഗൈസ്. ഇത് മതിയാവുമെന്നൊന്നും എനിക്കറിയില്ല, കൊള്ളാവുമെന്നും അറിയില്ല. ഇതിലിപ്പോൾ ആവശ്യത്തിലേറെ ഉപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. ജസ്റ്റ് ഉപ്പില്ലാണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇത് അതല്ലേ. ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 മതി, ഇനി ഓവറാക്കണ്ട. ഞാൻ എന്ത് ചെയ്താലും പാളി പോകുന്നു. എന്താ പ്രശ്നം? ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇനി അങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഇനി പൊങ്ങി വരാതിരിക്കുമോ ഒന്നും അറിയില്ല. മിക്കവാറും ഇത് പാളിപ്പോയ ബട്ടർ നാനാവും ഗൈസ്. കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഉപ്പില്ലാതായി പോകണ്ട വിചാരിച്ചിട്ടാണ്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഈ ടവലൊന്നും കൂടെ നനച്ചിട്ട് വരും. ഇത് ജസ്റ്റ് ഉണങ്ങിയ പോലെ ഉണ്ട്. ഈ ടവൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ചിക്കൻ മാഗ്നേറ്റ് ചെയ്യലാണ് ഇനി അടുത്ത പരിപാടി. അതിനായിട്ട് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഗ്നേറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ചിക്കൻ എന്ത് ടൈപ്പ് ചിക്കനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്നൊരു അഫ്ഗാനി ടൈപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്തായാലും മാഗ്നേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മാഗ്നേറ്റ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് മല്ലിയിലയും ഉള്ളിയും, വലിയ ഉള്ളി പീസാക്കി വെച്ചതാണ്, അത് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേതിൽ ഉപ്പ് മറന്നുകൊണ്ട് മറക്കാണ്ടിരിക്കാൻ ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു എരിവിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ഓക്കെ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വിനാഗിരും കൂടെ ചേർത്തതുകൊണ്ട് ഈ ചിക്കൻ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോ മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചാൽ ഇത് നന്നായിട്ട് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഗൈസ്, പരിപാടിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനി നമുക്ക് വാൾനട്ട്സും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വാൾനട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. വാൾനട്ട്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു കപ്പ് വാൾനട്ട്സാണ് ഞാനെടുത്തത്. അത്ര മതി. നമ്മൾ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു അളവിലെ ചിക്കൻ എടുക്കുന്നുള്ളൂ. നമ്മൾ 3 പേർക്കുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാൾനട്ട്സേ ഉള്ളൂ. അതിലേക്ക് 1 കപ്പ് മതി. ഇനി ഇതിലേക്ക് ജസ്റ്റ് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുന്ന കളർ മാറി വരുന്നുണ്ടോ? ഒരുപാട് കരിഞ്ഞു പോയത് ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതെടുത്ത് കുറച്ചൊന്ന് ചൂട് കുറയുമ്പം ഒന്ന് മിക്സിയിലെടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. വേണമെങ്കിൽ ഇത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പാല് ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓരോന്നും എടുക്കാം.
അപ്പോൾ ഓക്കെ ഗൈസ്, ഇതേ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്താണ്. ഇതിന് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടില്ല. ഇപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്തതിൻ്റെ ബാക്കി മസാല ഉണ്ട് തന്നെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല, ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തെടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച വാൾനട്ടും പിന്നെ കാഷ്യൂവാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ഇതിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, ഇത് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളുടെ വാൾനട്ട് ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇത് ഈ ഡോ പരത്തിയെടുക്കാം കേട്ടോ. ഭയങ്കര ലൂസി ആയിട്ടാണ് നിൽക്കുന്നത്, എന്താവുന്നൊന്നും അറിയില്ല. എല്ലാം ഒരു പ്രതീക്ഷമാണ്. പിന്നെ ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട്. അങ്ങനെ ഇത് പരത്തി എടുക്കുകയാണ് കേട്ടോ. ഭാഗ്യം ബട്ടർ നാനിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്ത, ഞാൻ ഇത് പരത്തുമ്പോൾ ഒരു ഷേപ്പ്, ഇതിങ്ങനെ പൊക്കുമ്പോൾ വേറൊരു ഷേപ്പ്, അങ്ങനെയാണ് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനെ പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇത് പരുത്തലും വന്നിട്ട് ചുടലും ആയിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം. നിങ്ങൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് ബട്ടർ ഇങ്ങനെ ഇപ്പം തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിലായിട്ട് കുറച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടാൽ മതി. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, മറിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബട്ടർ നാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എന്താ സ്ഥിതി അറിയില്ല, നോക്കാം. നോക്കാം. സിൻസിയർ ആയിട്ടുള്ള റിവ്യൂ മതി കേട്ടോ നമുക്ക്. ഞാൻ ആദ്യം ഇതിൽ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പുണ്ട്, എന്നാൽ ഒരു പൊടിക്കൊരു കുറവുള്ള പോലെയാണ് ഞാനില്ല കേട്ടോ ബട്ടർ ചിക്കൻ. ഇത് സൂപ്പറാണോ, സീരിയസ്ലി സൂപ്പറാണ്. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. ഞാനത് നോക്ക്, ടേസ്റ്റ് ഞാൻ സത്യമായിട്ടും ഇങ്ങനെ ആവും ഞാൻ വിചാരിച്ചത് കേട്ടോ. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കുറച്ചല്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ആശ്വാസമായത്. വിശന്നിരിക്കുകയാണല്ലോ, അപ്പം ഇങ്ങനെ ഒരു പരീക്ഷണം കൂടെ ആയപ്പം കുറച്ച് ടെൻഷനായിപ്പോയി. നല്ല പാടുണ്ടായിരുന്നു കുക്ക് ചെയ്തെടുക്കാൻ. പക്ഷെ മെനക്കെട്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം കഴിക്കുക. ഏടാ ദിനുകുട്ടനെ ഇഷ്ടമായോ? അതൊന്നും സൗണ്ടൊന്നും വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ തുടങ്ങിയ ഇതാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല ടേസ്റ്റിയുള്ള ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്ലീസ്. ലൈക്ക് ബട്ടൺ അടിച്ചു. ഓക്കെ, ബൈ.